ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ആഹ് പാകിസ്ഥാന്റെ റിഫോംസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഒരു പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ഗ്ലോബൽ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 6 പേരെ എടുത്താൽ അതില് ഒരാള് ഇന്ത്യനും മറ്റേയാള് ചൈനീസും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും, അടുത്ത ആള് ചൈനക്കാരനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇന്ത്യയും ചൈനയുമാണ് ലോകത്ത് തന്നെ പോപ്പുലേഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അതിൽ തന്നെ ഇപ്പൊ ചൈന വരെ ക്രോസ് ചെയ്ത് ഇന്ത്യ മുന്നിൽ എത്തി എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 2011 ശേഷം സെൻസസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ലാത്തത്. പക്ഷെ ഇത് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ പാകിസ്ഥാനിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലൊന്നും അല്ല കേട്ടോ. പാകിസ്ഥാനിലെ പോപ്പുലേഷൻ കുറവാണ്. അതായത് ഇന്ത്യയുടെ ചൈനയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു 1/10, അതായത് 10 മാത്രമേ ഇത് വരുന്നുള്ളൂ, പാകിസ്ഥാൻ വരുന്നുള്ളൂ. അപ്പൊ പോപ്പുലേഷന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ചൈനയും ഇന്ത്യയും തന്നെയാണ്. പാകിസ്ഥാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി ഈ 3 രാജ്യങ്ങൾ എടുത്താൽ, ചൈനയും പാകിസ്ഥാനും ഇന്ത്യ എടുത്താൽ, നിങ്ങൾക്കറിയാം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ 3 ഏറ്റവും വലുത് ഏത് തന്നെയാണ്? ചൈനയാണ്. പക്ഷേ ഇവരുടെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഏരിയ കൂടുതലാണ്. പക്ഷെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് ആണ്. ഓക്കെ, കാരണം ജോഗ്രഫിക്കലി ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണെങ്കിൽ പോലും അവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്താണ്? ഭയങ്കര കൂടുതലാണ്. അപ്പൊ അത്ര ഡെൻസിറ്റി എന്താണ്? കുറവാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ചൈനയും ഇന്ത്യയും പോപ്പുലേഷന് മുന്നിലാണ്, പാകിസ്ഥാൻ അത്രയും മുന്നിലല്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പോപ്പുലേഷൻ മാത്രമേ പാകിസ്ഥാനിൽ കുറവുള്ളൂ. പോപ്പുലേഷൻ ഗ്രോത്ത് എവിടെ തന്നെയാണ്? കൂടുതൽ പാകിസ്ഥാനിലാണ്. കാരണം ഈ പാകിസ്ഥാനില് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലാണ്. അതായത് ഒരു സ്ത്രീക്ക് ജന്മം നൽകാൻ പറ്റുന്ന, അവരുടെ നല്ല പ്രായത്തിൽ അവർക്ക് ജന്മം നൽകാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ കൂടുതലാണ്. സോ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് പാകിസ്ഥാനിൽ അത്യാവശ്യം നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ചൈനയിൽ അത് കുറവാണ്. ഓക്കെ, ഇന്ത്യയിലും ചൈനയിലും അത് കുറവാണ്. ഇനി അത് ചൈനയിൽ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വൺ ചൈൽഡ് നോം, അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒറ്റക്കുട്ടി നയം എന്ന് പറയുന്നത്. അതായത് ഈ ചൈനയിൽ പോപ്പുലേഷൻ കൂടി നിൽക്കുക തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. പക്ഷെ ആ പോപ്പുലേഷൻ ഒരു ഇടിവ് സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ചൈനീസ് ഗവൺമെന്റിന്റെ വൺ ചൈൽഡ് നോം, അല്ലെങ്കിൽ ഒറ്റക്കുട്ടി നയം. അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നയം അവർ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് 1970s അവസാനത്തോടൊക്കെ കൊണ്ടുവന്ന ഒരു നിയമമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാം ഒന്ന് നമുക്കൊന്നെന്ന് പറയുന്ന ഒരു പോളിസി, അല്ലെ? അപ്പൊ ആ ഒരു ലോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിലേക്ക് നയിക്കുന്ന ചൈനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമായിരുന്നു ഈ വൺ ചൈൽഡ് നോം. വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വൺ ചൈൽഡ് നോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം കാരണം അവിടെ സെക്സ് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് എന്ന് നോക്കുന്നതാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എഴുതാം. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ളതാണ് നമ്മൾ സെക്സ് റേഷ്യോ വെച്ചിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒറ്റക്കുട്ടി നയം വന്നപ്പോഴത്തേക്കും അതിനകത്തും എന്തുണ്ടാവുന്നുണ്ട്? കുറവ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഈ 3 രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഈ ഫീമെയിൽസിനോടുള്ള ഒരു ബയസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ സെക്സ് റേഷ്യോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഫീമെയിൽസിന്റെ സെക്സ് റേഷ്യോ എന്താണ്? കമ്പാരിറ്റീവ്ലി ഈ 3 രാജ്യങ്ങളിൽ കുറവാണ്. ഓക്കെ, അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഈ പറയുന്ന പാകിസ്ഥാനിലാണെങ്കിലും ഒക്കെ ഈ ഫീമെയിൽസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ സെക്സ് റേഷ്യോ മെയിൽസിന് ഡോമിനേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ വൺ ചൈൽഡ് നോമ എവിടെ കൊണ്ടുവന്നതാണ്? ചൈനയിൽ കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം എന്തായാലും മറന്നുപോകരുത്. ഓക്കെ, അപ്പം ഇതിനുള്ള സ്കോളേഴ്സ് പറയുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 3 രാജ്യങ്ങളും സെക്സ് റേഷ്യോ ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമുകൾ, സംഭവങ്ങൾ, ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
പക്ഷെ ഓഫ് കോഴ്സ് ഈ വൺ ചൈൽഡ് നോം എന്ന് പറയുന്ന സംഭവം, ഒറ്റക്കുട്ടി നയം എന്ന് പറയുന്ന സംഭവം വന്നപ്പോഴത്തേക്കും അത് ഈ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്തിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഈ സ്കോളേഴ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാര് ജനിക്കുന്ന പോലെ തന്നെ ആൾക്കാർ മരിക്കുമായിരുന്നു. കാരണം പല പല അസുഖങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ കുറേ നാൾ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്ത് അത്യാവശ്യം നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് അത്യാവശ്യം ബെറ്റർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ കാലം ജീവിക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ ആരോഗ്യം കൂടും. അപ്പൊ അങ്ങനെ കൂടുമ്പോഴത്തേക്കും എൽഡർലി പീപ്പിൾ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു രാജ്യത്ത് കൂടി വരും ദാൻ ആരെക്കാട്ടിലും യങ് പീപ്പിളിനെ കാട്ടിലും. അതായത് ചെറുപ്പക്കാരെ കാട്ടിലും ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിന്നീട് ഉണ്ടാവുന്ന ആരായിരിക്കും, ഈ പറയുന്ന എൽഡർലി വയസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ആക്ച്വലി എവിടെ സംഭവിക്കുന്നത്, ചൈനയിലും സംഭവിക്കുന്നത്. അപ്പൊ ചൈനയിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ജപ്പാനിലെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജപ്പാനിൽ അവർ പുറത്തുനിന്നുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേരെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കി വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ജപ്പാനിൽ ഒരാളൊക്കെ മരിച്ചു പോകുന്നത് 108, 120 ഒക്കെ വയസ്സിലാണ്. അപ്പൊ അത്രയും പ്രായമുള്ള ആൾക്കാർ ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ രാജ്യത്തിന് പുരോഗമനം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം എപ്പോഴും ഒരു രാജ്യത്തിന്റെ സമ്പത്ത് ഇരിക്കുന്നത് അവിടുത്തെ ചെറുപ്പക്കാരുടെ കയ്യിലാണ് അല്ലെ. ചെറുപ്പക്കാരെ എത്രമാത്രം നമ്മൾ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു രാജ്യത്തിന് ഉണ്ടാവുന്നത്. അപ്പൊ വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്നും ഒരു രാജ്യത്തിന് ഒരു ബർഡൻ ആയിരിക്കും. ഒരു എക്കണോമിക് കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ ഒരു രാജ്യത്തിന് ബർഡൻ ആണ്. സോ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അവരെ ഒഴിവാക്കുക എന്നുള്ളത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യങ് പീപ്പിളിനെ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. അപ്പൊ അതാണ് ചൈനയൊക്കെ നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. ഞാൻ പറഞ്ഞു, അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഫെർട്ടിലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഭയങ്കര കുറവാണ് കേട്ടോ. അത് ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലാണ്. ഫെർട്ടിലിറ്റി റേറ്റ് പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യ നടുക്കും, ലാസ്റ്റ് ചൈനയുമാണ് കേട്ടോ. ഇതാണ് ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഓർഡർ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിലാണ് രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത്, പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ ചൈനയിലാണ് ഏറ്റവും കുറവ്. ഓക്കെ, ഇനി അർബനൈസേഷനെ കുറിച്ച് നോക്കുമ്പോഴും അത് പാകിസ്ഥാനിലും ചൈനയിലും കൂടുതലാണ്. ഏകദേശം ഇന്ത്യയിൽ 28% ആൾക്കാർ താമസിക്കുന്നത് എവിടെ തന്നെയാണ്, അർബൻ ഏരിയാസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇന്ത്യയിൽ ഏകദേശം 28% ആൾക്കാർ താമസിക്കുന്ന എവിടെയാണ്, അർബൻ ഏരിയയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ചിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇതാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പൊ പോപ്പുലേഷൻ എവിടേക്കാണ് കൂടുതൽ, പോപ്പുലേഷൻ ഗ്രോത്ത്, ഒറ്റക്കുട്ടി നയം കൊണ്ടുവന്ന ആരാണ്, സെക്സ് റേഷ്യോയുടെ കേസ് എടുക്കുക, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ വരണം കേട്ടോ. അടുത്തതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ GDP ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ, GDP. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ GDP ഉള്ളത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ചൈനയ്ക്കാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ GDP കോൺട്രിബ്യൂട്ടർ ആണ് നമ്മുടെ ചൈന എന്ന് പറയുന്നത്. $7.2 ട്രില്യൺ ആണ് കേട്ടോ. $7.2 ട്രില്യൺ ആണ് പാർട്സ് പെർ ഇതിൽ നോക്കുമ്പോൾ. അപ്പൊ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഏകദേശം $3.3 ട്രില്യൺ ആണ്. ഇതിന്റെ പല കണക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തെ 3rd ലാർജസ്റ്റ് ആണെന്നും 5th ലാർജസ്റ്റ് ആണെന്നും ജർമ്മനിയെയും യൂറോപ്പിനെയും ഒക്കെ കടത്തി വിട്ടേന്നും ഒക്കെ പല കഥകൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചൈനയാണ് ലോകത്ത് തന്നെ രണ്ടാമത്തത്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുണ്ട്. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യയുടെ GDPയുടെ 10% മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് ചൈനയാണ്, പിന്നെ ഇന്ത്യയാണ്, പിന്നെ പാകിസ്ഥാനാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പല ഡെവലപ്ഡ് കൺട്രീസും ഒരു 5% ഈ പറയുന്ന ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചൈനയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഡിജിറ്റ് ആണ്. അതായത് നിങ്ങൾ ഈ 10, 11 എന്ന് പറയുന്ന രണ്ടക്ക സംഖ്യയിലാണ് അവരുടെ GDP കുതിക്കുന്നത്. അതായത് ചൈനയുടെ GDP എന്ന് പറയുന്നത് അത്രയും ഒരു ഏകദേശം 20 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവര് GDP കൂടി വരികയാണെന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പാകിസ്ഥാനും ഈ പറയുന്ന ചൈനക്കാട്ടിലും കൂടുതലായിട്ടുള്ള രീതിയിലാണ് GDPയുടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. ചൈനയ്ക്കും ഉണ്ട്, പക്ഷെ ഇന്ത്യയാണ് അവിടെ ഏറ്റവും താഴെ വരുന്നത്. കാരണം ഇന്ത്യക്ക് ഗ്രോത്ത് സംഭവിക്കുന്നില്ല.
ഇന്ത്യക്ക് GDP ഒക്കെ ഉണ്ട്, ശരിയാണ്. ഇന്ത്യയുടെ GDP $3.3 ട്രില്യൺ ഒക്കെയാണ്, സത്യമാണ്. പക്ഷെ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ, GDP ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ അവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആര് തന്നെയാണ്? ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെയാണ്. ഇന്ത്യ ഏറ്റവും താഴെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. 1990-കളൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഈ പറയുന്ന എന്താണ് GDP ഗ്രോത്ത് റേറ്റിൽ ഒരു ഡിക്ലൈൻ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം, കുറയുന്നതായിട്ട് കാണാം. അതേസമയം ചൈനയും ഗ്രോത്ത് റേറ്റ് ഒക്കെ കുറയുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും താഴെ പോകുന്നത്. ഏകദേശം 3.6% പാകിസ്ഥാനിലെ GDP ഗ്രോത്ത് റേറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1988 പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു റിഫോംസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെ. പാകിസ്ഥാനിലെ കേസ് നിങ്ങൾക്ക് അറിയാം. അവിടുത്തെ ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻസ്റ്റേബിൾ ആണ്, അത് അൺസ്റ്റേബിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണം വരും, അട്ടിമറിക്കും, അടുത്ത ആള് വരും, അട്ടിമറിക്കും, പിന്നെ ഈ പറയുന്നത് പോലെ പട്ടാള ഭരണം വരും, അത് അട്ടിമറിക്കും. അങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ കുറവ് അവിടെ ഉണ്ട്. സോ അതാണ് പാകിസ്ഥാന്റെ ഈ ഒരു പോരായ്മയ്ക്ക് ഏറ്റവും വലിയൊരു കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ പാകിസ്ഥാനിലെ GDP ഗ്രോത്ത് റേറ്റ് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടേ ഇല്ല. അപ്പൊ അതിനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ പറയുന്നത് 1988 കൊണ്ടുവന്ന എക്കണോമിക് റിഫോംസ് ആണ്. രണ്ടാമത്തെ കാരണം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. പക്ഷെ ഇതിലൊരു രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാട്ടിലും അർബൻ പീപ്പിള്, നഗരവാസികൾ കൂടുതലുള്ളത് ചൈനയിലും പാകിസ്ഥാനിലുമാണ് കേട്ടോ. ചൈനയിലും പാകിസ്ഥാനിലുമാണ്. അപ്പൊ 1990s തൊട്ട് ഇവിടെ എല്ലാം GDPയുടെ ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിലും വീണ്ടും അതൊക്കെ കയറി വരുന്നുണ്ട്. എന്നാലും പാകിസ്ഥാനിലെ കേസ് ഒന്ന് ഓർത്തിരിക്കാം. ചൈന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചൈനയിലെ ഒരു എന്താണ് അവരുടെ ഒരു ടോപ്പോഗ്രഫി, ഒരു ജോഗ്രഫി അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കൾട്ടിവേഷൻ നടത്താനുള്ള, അഗ്രികൾച്ചർ നടത്താനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയായിട്ടൊക്കെ നോക്കുമ്പോൾ ചൈനയിൽ കൾട്ടിവേഷനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്. അതായത് എക്സ്ക്യൂസ് മീ, ഓക്കെ. അതായത് നമ്മുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഏകദേശം 10% ഒക്കെ ചൈനയിൽ കൾട്ടിവേഷനായിട്ട് മാറ്റിവെക്കുന്നുള്ളൂ. ഓക്കെ. നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ടോട്ടൽ കൾട്ടിവേഷൻ ഏരിയയുടെ ഏകദേശം 40% ചൈനയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ 1980-കൾ വരെ നമ്മുടെ ചൈനയിൽ കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫാമിങ്ങിലാണ്. ഓക്കെ. അപ്പൊ ചൈനയിലെ കൂടുതൽ ആൾക്കാരും ഏകദേശം 80% ആൾക്കാരുടെയും ജീവനമാർഗം എന്ന് പറയുന്നത് ഫാമിംഗ് ആയിരുന്നു, അഥവാ അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ഈ അഗ്രികൾച്ചർ മാത്രം നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലെ, നമ്മൾ വേറെ ഏതെങ്കിലും ജോലികൾ കൂടെ നോക്കണം എന്നുള്ള രീതിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പ്രോത്സാഹനം വന്നപ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ടും കൈത്തറി, അതുപോലെ കൊമേഴ്സ്, ട്രാൻസ്പോർട്ട് പോലത്തുള്ള മറ്റ് തൊഴിൽ തേടി പോകുന്നത്. അപ്പൊ അതുവരെ 1980-കൾ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഫാമിങ്ങിലാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. 2000 ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം 54% ആൾക്കാരും എൻഗേജ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, അഗ്രികൾച്ചറിലാണ് കേട്ടോ. 2000 വരെ 54% ചൈനയിലെ ആൾക്കാരും അഗ്രികൾച്ചറാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 15%. ഇതേ ഒരു അവസ്ഥയാണ് ഇന്ത്യയിലും. ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് മാത്രമേ അത് GDPയിലേക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഒക്കെ കേസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ GDPക്ക് കൊടുക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 23% ഒക്കെയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നു, പക്ഷെ കുറച്ച് മാത്രമേ GDP കോൺട്രിബ്യൂഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ. ഇനിയാണ്ട് പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 49% ആൾക്കാരും ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് 60%. പക്ഷെ GDP കോൺട്രിബ്യൂഷൻ നോക്കിയാൽ അത് വെറും 23% അല്ലെ. പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ പകുതിയാണ് അല്ലെ, പകുതി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു 3 എക്കണോമീസിലും ഓക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ഇക്കോണമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയും സർവീസ് സെക്ടറും വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആൾക്കാർ ജോലി ചെയ്യുന്നുള്ളൂ.
പക്ഷെ അവര് GDP-യിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കൂടുതൽ ആൾക്കാരും എവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്? അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ചൈനയിലെ കേസ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്, അതായത് നമ്മൾ ഈ പറയുന്ന നിർമ്മാണം എന്ന് പറയുന്ന ഒരു സെക്ടർ ഉണ്ട് അല്ലെ, ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്, സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സംഭവം ഏകദേശം 53% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് GDP-യിലേക്ക്. ഓക്കെ. പക്ഷെ ഇന്ത്യയിലും പാകിസ്ഥാനിലും അതെന്താണ്? അത് ഹയസ്റ്റ് ആയിട്ടുള്ളത് സർവീസ് സെക്ടർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ചൈനയിലെ മാനുഫാക്ചറിങ് സെക്ടർ അഥവാ ഇൻഡസ്ട്രികളാണ് 53% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലും പാകിസ്ഥാനിലും വരുമ്പോൾ അത് സർവീസ് സെക്ടർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാനോട് ചേർന്നിട്ട് സർവീസ് സെക്ടറിൽ ഏകദേശം 50% GDP കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഓക്കെ. ഇന്ത്യ പാകിസ്ഥാനും കൂടെ 50% മുകളിൽ സർവീസ് സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. ഇപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഒക്കെ ഒരു ഒഴുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യമായിരിക്കും. പിന്നെ അവിടുന്ന് അവരെന്ത് ചെയ്യും? പതുക്കെ ഒരു ഇൻഡസ്ട്രി സെക്ടറായിട്ട് മാറും. ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും. അവിടുന്നുമാണ് അവർ പതുക്കെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സർവീസ് സെക്ടറിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരാദ്യം ഒരു അഗ്രേറിയൻ സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്നും ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളർന്ന് പിന്നെ സർവീസ് സെക്ടറിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം 53% മാനുഫാക്ചറിങ് സെക്ടറിൽ ഈ പറയുന്ന ചൈന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ അത് വെറും 16, 18 മാത്രമേ വരുന്നുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ അത് 16, പാകിസ്ഥാനിലാണെങ്കിൽ അത് വെറും 18 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടിന്റെ കുറച്ചുകൂടെ കൂടുതൽ ഒന്നെങ്കിൽ നമുക്ക് ഈക്വൽ എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മാത്രമേ ഇൻഡസ്ട്രികൾ ഈ രണ്ട് രാജ്യങ്ങളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ സാധാരണ ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം അഗ്രികൾച്ചറിലേക്ക് പോയിട്ട് പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടാണ് പിന്നെ സർവീസ് സെക്ടറിലേക്ക് പോകുന്നത് അല്ലേ. പക്ഷെ ഇവിടെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് സർവീസ് സെക്ടറിലേക്ക് ഷിഫ്റ്റ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ രണ്ട് രാജ്യങ്ങളും അഗ്രേറിയൻ കൺട്രികളായിരുന്നു. പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്കാണ് പോയത്? സർവീസ് സെക്ടറിലേക്ക് പോയി എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. സർവീസ് സെക്ടറിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും സർവീസ് സെക്ടർ തന്നെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്ലെയർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുക. ഓക്കെ. അപ്പം ഈ ഒരു സർവീസ് സെക്ടറാണ് കൂടുതലായിട്ടും GDP-യിലേക്ക് എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം GDP-യിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും സർവീസ് സെക്ടർ തന്നെയാണ്. ഓക്കെ. ഇനി ഇന്ത്യക്കാട്ടിലും ചൈനക്കാട്ടിലും ഒക്കെ വേഗത്തിലാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സർവീസ് സെക്ടറിലേക്ക് മാറുന്നത്. ഓക്കെ. സർവീസ് സെക്ടറിലേക്ക് പാകിസ്ഥാനാണ് ഏറ്റവും വേഗത്തിൽ മൂവ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. 1980-കളിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഇത് നോക്കുവാണെങ്കിൽ സർവീസ് സെക്ടറിൽ ഉള്ള ആൾക്കാരുടെ വർക്ക് ഫോഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ 17 അത് ചൈനയിലോട്ട് വരുമ്പോൾ 12, പാകിസ്ഥാൻ വരുമ്പോൾ അത് 27 കണ്ടോ. അവർ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സർവീസ് സെക്ടറിലേക്ക് ജോലിക്ക് എടുത്ത ഒരു മേഖല അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. അപ്പൊ ഫാസ്റ്റർ ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഓക്കെ. പക്ഷെ 2000 എത്തുമ്പോഴത്തേക്കും അത് 24, 19, 37 ആവുന്നുണ്ട്. ചൈനയിൽ അത് കുറഞ്ഞിരിക്കുകയാണ്. സ്റ്റിൽ പാകിസ്ഥാനിലും ഇന്ത്യയിലും അത് കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഈ 3 രാജ്യങ്ങളിലും ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള സെക്ടർ ഏതാന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു. പക്ഷേ 2000 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 20 കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് പകരം ഇന്ത്യയിലും പാകിസ്ഥാനിലും സർവീസ് സെക്ടറും ചൈനയിലെ മാനുഫാക്ചറിങ് സെക്ടറും മുകളിൽ കയറി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ചൈനയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ചൈനയിലെ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് റേറ്റിലേക്കൊക്കെ അത് എത്തുന്നുണ്ട്. ഓക്കെ. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇൻഡസ്ട്രി അത്ര അങ്ങോട്ടും ഡെവലപ്പ് ആവുന്നില്ലെങ്കിലും ചൈനയിൽ അതൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്കാണ് എത്തുന്നത് അല്ലെ. 53% എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് റേറ്റ് ആണ് അല്ലെ. 53% മാനുഫാക്ചറിംഗിൽ മാത്രം നേടിയെടുക്കുന്നുണ്ട്. ഇനി സർവീസ് സെക്ടറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ചൈനയ്ക്കും പാകിസ്ഥാനും അത്രയും പറ്റിയിട്ടില്ല. ഓക്കെ. ചൈനയ്ക്കും പാകിസ്ഥാനും അത്രയും ബെറ്റർ ആയിട്ട് 1990s പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പം ചൈനയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻലി മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ പാകിസ്ഥാൻ പതുക്കെ പതുക്കെ ഈ 3 മേഖലകളിലും അഗ്രികൾച്ചർ ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും ഇതിൽ 3ലും താഴോട്ട് ഇടിഞ്ഞിടിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, 3 മേഖലയിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല, ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ കൺക്ലൂഷൻ ഇതാണ്. ചൈനയിലെ മാനുഫാക്ചറിങ് സെക്ടറാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ പാകിസ്ഥാനിലും സർവീസ് സെക്ടറാണ്. പക്ഷെ ഇന്ത്യയാണ് സർവീസ് സെക്ടറിൽ കുറച്ചുകൂടെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. പാകിസ്ഥാൻ അത്രയും നല്ലൊരു ഗ്രോത്ത് റേറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് കുറഞ്ഞു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്.